2022 ഒരു ഒരു കോമഡി ക്രൈം ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമ റിലീസ് ചെയ്തു. തെലുങ്ക് സിനിമ റിലീസ് ചെയ്തു. പ്രിയാമണി ആയിരുന്നു ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഭാമകലാപം എന്നായിരുന്നു ഈ ഒരു സിനിമയുടെ പേര് വന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഭാമകലാപം 2 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഭാമകലാപം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് എന്തായാലും പോയി കാണാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് പാർട്ട് പോയി കാണാം. അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു തുടർച്ചയൊന്നുമല്ല ഈ ഒരു സിനിമ. എന്നാലും ഫസ്റ്റ് പാർട്ട് കണ്ടാലേ നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രത്തിന് അനുഭവം എന്ന് പറഞ്ഞാൽ പ്രിയാമണി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നത്, സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എന്തിനാണ് ഭർത്താവ് കുറേ റൂൾസൊക്കെ വെക്കുന്നത്, എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പാർട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുമാത്രമല്ല ഫസ്റ്റ് പാർട്ടാണ് സെക്കൻഡ് പാർട്ടിനെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്നതെന്നുള്ളതാണ്. ഫസ്റ്റ് പാർട്ട് നല്ലൊരു എന്താ പറയുക, നല്ലൊരു ക്രൈമും നല്ലൊരു ക്രൈം ത്രില്ലർ തന്നെയായിരുന്നു. ഫസ്റ്റ് പാർട്ട് ഒരു കോമഡി ക്രൈം ത്രില്ലർ തന്നെയായിരുന്നു. നമ്മളെ പിന്നെ സീറ്റ് അഡ്ജ് ത്രില്ലർ എന്നൊക്കെ പറയുന്ന രീതിയിൽ പിടിച്ചിരുത്തുന്നുണ്ട് ഫസ്റ്റ് പാർട്ട് പിന്നെ റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്ത റിവ്യൂയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. കാണാത്തൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പം ഫസ്റ്റ് പാർട്ട് എല്ലാവരും ഒന്ന് കാണുക. അതിനുശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരിക. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിൽ എങ്ങനെയാണോ സിനിമയുടെ കഥ കഴിയുന്നത്, അതായത് അവിടെ നിന്നാണ് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് പിന്നെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തൊക്കെ റെഡിയായി ഫ്ലാറ്റിൽ നിന്ന് ഈ വേറൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുകയാണ് ഇവർ. പിന്നെ പ്രിയാമണി അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ഭർത്താവിന് ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുകയാണ്. അവിടെ വെച്ചിട്ട് പിന്നെ സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും. വലിയ ഫോളോവേഴ്സൊക്കെ ഉള്ള യൂട്യൂബ് ചാനലായിരിക്കും. പ്ലേ ബട്ടണൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ പാചക മത്സരം എന്നൊക്കെ പറയാം, ഒരു ഫുഡ് ഫെസ്റ്റ്, അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് നമ്മുടെ നായിക. അതിനിടയിൽ ഒരു ട്രാപ്പിലകപ്പെട്ടു പോവുകയാണ് നമ്മുടെ നായിക. അതിൽ നിന്നും ആ ട്രാപ്പിൽ നിന്ന് എങ്ങനെ ഊരുന്നുള്ളതാണ് ഈ സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. എന്തായാലും സിനിമ കണ്ടു നോക്കുക. ആഹാ തമിഴ് വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെയോ ഒരു കാട്ടിക്കൂട്ടലുകൾ പോലെ തോന്നി എനിക്ക് ഈ ഒരു സിനിമ. ഫസ്റ്റ് പാർട്ട് എത്ര നീറ്റായി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ചെയ്തതുപോലെ തോന്നി. സെക്കൻഡ് പാർട്ട് എന്തൊക്കെയോ ലോജി മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ ഈ ഒരു സിനിമ. എനിക്ക് അത്രയേ ഈ സിനിമയെ പറ്റി തോന്നിയിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഫസ്റ്റ് പാർട്ട് നിങ്ങൾ എന്തായാലും കാണുക. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ, ഫസ്റ്റ് പാർട്ട് കണ്ടവരാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. വലിയ എൻഗേജിങ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. എന്തൊക്കെയോ കാണിച്ച് കൂട്ടി പോകുന്നുണ്ട്. വലിയ നമ്മളെ പിടിച്ചിരുത്തുന്ന സംഭവങ്ങളൊന്നും സിനിമയില്ല എന്നുള്ളത് തന്നെയാണ്. പെർഫോമൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും മറ്റുള്ള ടെക്നിക്കൽ സൈഡുകളും കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. പക്ഷേ തിരക്കഥ കുറച്ച് മോശമായി പോയി എന്ന് പറയും. എന്തായാലും കണ്ടു നോക്കുക. ഒരു വട്ടം കാണാവുന്ന സംഭവങ്ങളൊക്കെ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സിനിമ. ഫസ്റ്റ് പാർട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. സെക്കൻഡ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും സിനിമ കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എനിക്ക് സിനിമ കണ്ട് എന്താണ് തോന്നിയത് അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.